ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമോ അംഗവൈകല്യങ്ങളോ കണ്ടാൽ ഉടനെ അതുമായി ബന്ധപ്പെടുത്തി ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്നുമുണ്ട്. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന പിറവിയിലെ കുരുടനായ മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മനോഹരമായി യോഹന്നാൻ അത് വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചാലും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം എടുത്താട്ടെ. പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് യേശു തുറക്കുന്നു. യേശുവിൻ്റെ 5-ാമത്തെ പ്രവർത്തനമാകുന്നു ഇത്. വളരെ പ്രധാനപ്പെട്ട പല സത്യങ്ങളും നാം ഇവിടെ പഠിക്കുവാൻ പോകുകയാണ്. 1-ാം വാക്യം തന്നെ നമുക്ക് നോക്കാം. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ യേശുവിൻ്റെ പ്രസ്താവനയായ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നതിനെ തുടർന്നാണ് വാസ്തവത്തിൽ ഈ പിറവിയിലെ കുരുടനായ മനുഷ്യൻ്റെ സംഭവം വരേണ്ടത്. 8-ാം അധ്യായവും 9-ാം അധ്യായത്തിൻ്റെ ആരംഭവും തമ്മിൽ അല്പസമയ വ്യത്യാസമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പിറവിയിലെ കുരുടനായിരുന്ന ഒരു വ്യക്തിയെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരേ ഒരു സംഭവം ഇത് മാത്രമാകുന്നു. 2-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ്റെ അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയുവാനാണ് ശിഷ്യന്മാരുടെ താല്പര്യം. ആരുടെ കുറ്റം കൊണ്ടാണ്, അഥവാ ആര് പാപം ചെയ്തതിൻ്റെ ഫലമായാണ് ഇവൻ കുരുടനായി പിറക്കുവാനിടയായത്? അക്കാലത്ത് 4 തരത്തിലുള്ള ഉത്തരം ഇതിന് ലഭിക്കുമായിരുന്നു. ചിലർ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായാണ് ജന്മനാ രോഗികളായി തീരുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു. യഹൂദന്മാർ ഈ വിശദീകരണം അംഗീകരിച്ചിരുന്നില്ല. പാരമ്പര്യമാണ് ഇതിന് കാരണമെന്ന് പറയുന്നവർ ഉണ്ട്. പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദാമിൻ്റെ പാപം മനുഷ്യജാതിയിലെ ഓരോരുത്തരും രോഗത്തിനും മരണത്തിനും ഇടയാക്കി എന്നതാണ് 3-ാമത്തെ വിശദീകരണം. അവസാനമായി യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ഗർഭത്തിൽ വെച്ച് പോലും ഒരു ശിശുവിന് പാപം ചെയ്യാം എന്നായിരുന്നു. 9-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്നും നോക്കിക്കാട്ടെ. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ ആഗ്രഹിച്ചിരുന്ന ഉത്തരം യേശു അവർക്ക് നൽകിയില്ല. നോക്കണേ, കഴിഞ്ഞകാല സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു ചെന്ന് ആരാകുന്നു കുറ്റക്കാരൻ എന്ന് കണ്ടുപിടിക്കുകയല്ല പ്രധാനപ്പെട്ട വസ്തുതയെന്ന് യേശു പറയുന്നു. ആ മനുഷ്യന് സൗഖ്യം കൊടുക്കുകയാണ് അത്യാവശ്യമായ സംഗതി. രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും ഭേദം. എങ്കിൽ തന്നെയും ഒരാൾക്ക് രോഗം വന്നതിന് ശേഷം അവനെ ചികിത്സിക്കുകയാണ് വേണ്ടതില്ലേ? ദൈവം മനുഷ്യർക്ക്, പ്രത്യേകം ദൈവമക്കൾക്ക് രോഗം, കഷ്ടത, പ്രയാസങ്ങൾ എന്നിവ അനുവദിക്കുന്നത് പ്രത്യേക കാരണങ്ങളാലാണ്. എല്ലായ്പ്പോഴും ദൈവം തൻ്റെ ഉദ്ദേശം നമുക്ക് വെളിപ്പെടുത്തുകയില്ല. ദൈവത്തിന് തൻ്റേതായ വഴികളുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതും നന്മയ്ക്കാണ്. അതിൻ്റെ കാരണങ്ങളെല്ലാം ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ കൂരിരുട്ടാർന്ന സമയങ്ങളിലും വിശ്വാസത്താൽ അവനോടുകൂടെ നടക്കുവാൻ അത്ര ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. തൻ്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം എന്നെയും താങ്കളെയും സൃഷ്ടിച്ചത്. നാം ഇവിടെ എന്തെങ്കിലും ആയിത്തീരേണ്ടതിന് വേണ്ടിയല്ല അവൻ നമ്മെ സൃഷ്ടിച്ചത്. അവൻ നമ്മെ തൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു. ഈ കാര്യം നാം മനസ്സിലാക്കാതെ ഇരുന്നാൽ നമ്മുടെ സൃഷ്ടിച്ചതിൻ്റെ ദൈവോദ്ദേശം നാം മനസ്സിലാക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ അതൊക്കെ നമുക്ക് വരുന്നത് അതിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകേണ്ടതിനത്രേ. ഈ കുരുടന് കാഴ്ച ലഭിക്കുന്നതിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകും.
ഈ കുരുടനായ മനുഷ്യന് കാഴ്ച ലഭിച്ച് അവൻ്റെ ശിഷ്ടായുസ് എത്ര സന്തോഷകരമായി ജീവിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. അത് മാത്രമല്ല, അവന് യേശുവിനെ കാണുന്നതിനും യേശുവിനെ തൻ്റെ രക്ഷകനായി അംഗീകരിക്കുന്നതിനും ഇടയായിത്തീരും. തുടർന്ന് യേശു താൻ മുൻപ് പറഞ്ഞ പ്രസ്താവനയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അവൻ പ്രസ്താവിച്ചിരുന്നുവല്ലോ. സകല മനുഷ്യവർഗത്തെയും ഇരുട്ട് അന്ധരാക്കി തീർക്കുന്നു. ആർക്കും കാണുവാൻ കഴിയുന്നില്ല. ക്രിസ്തു ലോകത്തിൻ്റെ ആത്മീയ വെളിച്ചമാണ്. അവനെ കൂടാതെ സകലരും അന്ധരാണ്. എന്നാൽ അവൻ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവിടുന്ന് ഇന്നും ലോകത്തിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിൽ അവൻ നമ്മുടെ അടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവപുത്രൻ ആത്മീയ കാര്യങ്ങൾ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നില്ലെങ്കിൽ നാം അന്ധരായിരിക്കേയുള്ളൂ, കാണാൻ കഴിയില്ല എന്ന് ചുരുക്കം. 6-7 വാക്യങ്ങളിൽ നാം കാണുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അന്ധനായ മനുഷ്യനെ തൊടുകയും ആ മനുഷ്യൻ ക്രിസ്തുവിനെ അനുസരിക്കുകയും ചെയ്തു. ആത്മീയമായി മരിച്ചിരിക്കുന്ന നമ്മുടെ നാഡികളെ ജീവിപ്പിക്കുവാൻ ക്രിസ്തു നമ്മുടെ ആത്മീയ കണ്ണിനെ തൊടേണ്ടത് ആവശ്യമത്രേ. ആര് പാപം ചെയ്തു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നല്ലോ. ക്രിസ്തു താങ്കളുടെ കണ്ണുകളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ കാഴ്ചയുള്ള വ്യക്തിയാണ്. സ്പർശിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ കുരുടനാണ്. ഇന്ന് അനേകരും അന്ധരായിരിക്കെ തങ്ങൾ അന്ധന്മാരാണെന്ന വസ്തുത മനസ്സിലാക്കാതെ കഴിയുന്നു. കാഴ്ച ലഭിക്കേണ്ടതിന് വേണ്ടി ക്രിസ്തു നമ്മുടെ ആത്മീയ കണ്ണുകളെ തൊടുവാൻ നാം അനുവദിക്കേണ്ടതത്രേ. ഈ മനുഷ്യന് യേശുവിനെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും യേശു അവനെ തൊട്ടു എന്ന കാര്യം ശ്രദ്ധിക്കുക. നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് യേശു അവനോട് പറയുകയും ആ മനുഷ്യൻ അനുസരിക്കുകയും ചെയ്തു. ഈ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ യേശു ഈ മാർഗം ഉപയോഗിച്ചത് എന്തുകൊണ്ട് എന്ന് നാം ചോദിച്ചേക്കാം. അതിന് പല കാരണങ്ങളുണ്ട് എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമതായി, ഈ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിലും ഇതിൽ യേശുവിൻ്റെ മനുഷ്യത്വവും കാണുന്നുണ്ട്. യേശു തൻ്റെ ദൈവത്വം അവകാശപ്പെട്ട് കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോൾ അവൻ കുരുടനെ മനുഷ്യനെ സ്പർശിക്കുന്നത് പോലെ സ്പർശിക്കുന്നു. 2, കുരുടന് കാഴ്ച ലഭിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിനെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. 3, യേശു അവനെ ശീലോഹാം എന്നു പേരുള്ള കുളത്തിലേക്ക് അയച്ചു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. യോഹന്നാൻ തന്നെ ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കുളത്തിൻ്റെ പേര് പോലും സാക്ഷ്യം പറയുന്നത് യേശുവിനെ പിതാവ് അയച്ചതാകുന്നു എന്നത്രേ. പിതാവ് തന്നെ അയച്ചതുപോലെ താനും അവനെ അയക്കേണ്ടതാകുന്നു എന്നായിരിക്കും യേശു അർത്ഥമാക്കിയത്. 4, കാഴ്ച പ്രാപിക്കേണ്ടതിന് കുരുടനായ മനുഷ്യന് വെള്ളത്തിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നു. തിരുവചനത്തിൽ പല ഭാഗങ്ങളിൽ വെള്ളം ദൈവവചനത്തെയാണ് കുറിക്കുന്നത്. ദൈവവചനം കൂടാതെ ഒരു മാനസാന്തരം സാധ്യമല്ല എന്നത്ര എൻ്റെ വിശ്വാസം. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദം ആകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് 119 സങ്കീർത്തനത്തിൻ്റെ 130 വാക്യത്തിൽ നാം വായിക്കുന്നു. 5, യഹൂദന്മാർക്ക് ഈ സാക്ഷ്യം ആവശ്യമായിരുന്നു. 29 വാക്യത്തിൽ അവൻ ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്നു എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ കുരുടനെ സൗഖ്യമാക്കുന്നതിൽ കൂടി യേശു പിതാവിങ്കൽ നിന്ന് അയക്കപ്പെട്ട ദൈവപുത്രനാണെന്ന് അവൻ അവരോട് അറിയിച്ചു. അതവർ അറിയേണ്ടത് ആവശ്യമായിരുന്നു. ഈ മനുഷ്യനെ സൗഖ്യമാക്കിയ രീതിയല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന വസ്തുത ഞാൻ ഓർപ്പിക്കട്ടെ. പിന്നെയോ സൗഖ്യമാക്കുന്ന വ്യക്തിയാണ് പ്രാധാന്യമർഹിക്കുന്നത്. ക്രിസ്തുവാണ് അവനെ കണ്ണു തുറന്നത്. വിശ്വസിക്കുകയും അനുസരിക്കുകയും അത്രേ കുരുടനായ മനുഷ്യൻ്റെ ഭാഗത്തുള്ള ഉത്തരവാദിത്വം. മനുഷ്യരെ സൗഖ്യമാക്കുന്നതിന് യേശു പലവിധ രീതികൾ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് തൊട്ട് സൗഖ്യമാക്കുകയായിരുന്നുവെങ്കിൽ തനിക്കുണ്ടായതുപോലെയുള്ള അനുഭവം എല്ലാവർക്കും ആവശ്യമാണെന്ന് സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നിർബന്ധിക്കുമായിരുന്നു. യേശു സ്പർശിക്കാതെ പോലും മറ്റുള്ളവരെ സൗഖ്യമാക്കിയപ്പോൾ, മറ്റനേകരെ സൗഖ്യമാക്കിയപ്പോൾ, ഒരു വ്യക്തിക്ക് സൗഖ്യമാകുന്നതിന് വേണ്ടി യാതൊരു സ്പർശനം പോലും ആവശ്യമല്ല എന്ന് നിർബന്ധം പിടിക്കുമായിരുന്നു.
യേശുവിൻ്റെ വാക്കുകൾ മാത്രമേ വേണ്ടൂ എന്ന് അവർ പറയും. ഞാൻ പറയുന്നത് വളരെ നിസ്സാരമായി തോന്നാം, എന്നാൽ രക്ഷിക്കപ്പെടുന്നതിന് തങ്ങൾക്കുണ്ടായതുപോലെ പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് ശഠിക്കുന്ന അനേകരെ കാണുവാൻ കഴിയും. ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരിക എന്നതും അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. യേശുക്രിസ്തുവിൻ്റെ ആളത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് പാപികളായ നമ്മുടെ അവസ്ഥ, ഈ കുരുടനായ മനുഷ്യൻ്റെ അവസ്ഥയും എപ്രകാരം സാമ്യപ്പെടുത്താം എന്ന് നമുക്കൊന്ന് നോക്കാം. കുരുടനായ മനുഷ്യൻ ദേവാലയത്തിന് പുറത്തായിരുന്നു. ദൈവസന്നിധിയിൽ നിന്നും പുറത്താക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അവൻ. എഫെസ്യർ 2 12 വാക്യത്തിൽ നാം വായിക്കുന്നത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു എന്ന് 13 വാക്യത്തിൽ തുടർന്ന് പറയുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയുടെയും അവസ്ഥ ഇതത്രേ. ദൈവത്തെ കൂടാതെ പ്രത്യാശയില്ലാത്ത അവസ്ഥ, വെളിയിലായിരുന്ന അവസ്ഥ. 2, ഈ മനുഷ്യൻ കുരുടനായിരുന്നു, കാഴ്ചയില്ലാത്തവൻ. രക്ഷകനെ കാണുവാനുള്ള കഴിവ് അവനില്ലായിരുന്നു. യേശുക്രിസ്തു വാതിലാകുന്നു എന്നും വിശ്വാസമാകുന്ന താക്കോൽ കൊണ്ട് വാതിൽ തുറക്കേണ്ടതുണ്ട് എന്നും കാണുവാൻ കഴിവില്ലാത്ത അവസ്ഥ. നാം ക്രിസ്തുവിനെ കൂടാതെ അന്ധന്മാരാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് താങ്കളുടെ രക്ഷകനായി താങ്കൾ അവനെ കണ്ടിട്ടുണ്ടോ? ഇത്ര നല്ലവനായി അവനെ അന്ന് താങ്കൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നുവോ? നാം അന്ധന്മാരായിരുന്നു. 3, ഈ മനുഷ്യൻ ജന്മനാ അന്ധനായിരുന്നു. നാം പാപത്തിൽ പിറന്നവരാണ്. നാം പാപികളായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. 4, ഈ കുരുടനായ മനുഷ്യനെ സഹായിക്കുവാൻ യാതൊരു മനുഷ്യനും കഴിയുമായിരുന്നില്ല. അവൻ്റെ അന്ധതയ്ക്ക് യാതൊരു ചികിത്സയും യാതൊരുത്തർക്കും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. നാം ഈ ലോകത്തിൽ നിസ്സഹായരായ പാപികളായിരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ രോഗത്തിനുള്ള മരുന്ന് ആരുടെയും പക്കലില്ലായിരുന്നു. 5, അവനൊരു ഭിക്ഷക്കാരനായിരുന്നു. അത് അംഗീകരിക്കുവാൻ അധികം ആളുകൾ തയ്യാറല്ല. താങ്കൾ ഭിക്ഷക്കാരാണ് എന്ന് സമ്മതിക്കുവാൻ അവർ തയ്യാറല്ല. രക്ഷയ്ക്ക് വേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ അവർ തയ്യാറാണ്. എന്നാൽ അത് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. ഈ ഭിക്ഷക്കാരനെ പോലെ താങ്കൾ രക്ഷയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ദൈവമാണ് അത് ദാനം ചെയ്യുന്നത്. ഈ ഭിക്ഷക്കാരൻ ഒരിക്കലും രക്ഷ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവന് അത് വാങ്ങുവാനായി തൻ്റെ കൈവശം യാതൊന്നുമില്ലായിരുന്നു. അല്ലയോ, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിനു വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ എന്ന് പ്രവാചകൻ യെശയ്യാപ്രവചനം 55:1 പറഞ്ഞിരിക്കുന്നു. 6, ഈ മനുഷ്യൻ യേശുവിനോട് യാതൊരു അപേക്ഷയും കഴിച്ചില്ല. കുരുടനായ ബർത്തിമായി ആകട്ടെ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു. കരുണയ്ക്കായി യാചിച്ചതായി നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യനാകട്ടെ അവിടെ ശാന്തനായി ഇരിക്കുക എത്ര ചെയ്തത്. അവൻ യേശുവിനെ അറിഞ്ഞിരുന്നില്ല. കൃപയിലും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവാൻ അവൻ ഏറെ സമയമെടുക്കേണ്ടി വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾക്ക് വാസ്തവത്തിൽ രക്ഷ ആവശ്യമുണ്ടോ? താങ്കൾ ഒരു രക്ഷകനെ അന്വേഷിച്ച് നടക്കുകയാണോ? താങ്കൾ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നുവോ? താങ്കൾ അവനെ അന്വേഷിക്കുന്നില്ലായിരുന്നു, എന്നാൽ അവൻ താങ്കളെ അന്വേഷിച്ച് കടന്നു വരുന്നവനാണ്. അതത്രേ മനുഷ്യനെയും അവൻ്റെ രക്ഷകനെയും സംബന്ധിക്കുന്ന ചരിത്രം. ഈ മനുഷ്യനോട് മറ്റുള്ളവർ യാതൊരു ദയയും കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് 7ാമത്തെ സാമ്യം. യഹൂദന്മാർ അവനെ മറികടന്ന് ദേവാലയത്തിലേക്ക് പോയിരുന്നു. അതെ, ശിഷ്യന്മാർ അവനെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുവാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. ഈ മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനോ അവനോട് കരുണ കാണിക്കുന്നതിനോ അവർക്ക് യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. മനുഷ്യകുലത്തിൻ്റെ ചിത്രവും ഇതുതന്നെയാണ്. ക്രിസ്തുവിന് നമ്മോട് കരുണ തോന്നുന്നു. അവന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ നടന്ന അതിശയ പ്രവൃത്തിയുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. 1, അയൽക്കാരുടെ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചാലും 8ഉം 9ഉം വാക്യങ്ങൾ. അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെപ്പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു.
അന്ധനായിരുന്ന മനുഷ്യനിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതുവരെയും അവൻ വടിയിടിച്ചും തപ്പിത്തടഞ്ഞുമാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇനിയും അതിൻ്റെ ആവശ്യമില്ല. അവന് കാഴ്ച ലഭിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ കാണുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടുന്നുണ്ടാകും. അവൻ ദൈവത്തിന് മഹത്വം പാടി സ്തുതിക്കുന്നുണ്ടാകും. ആ നാട്ടുകാർക്ക് മുഴുവൻ കേൾക്കാമായിരുന്നിരിക്കും ആ പാട്ട്. അവൻ്റെ അയൽക്കാരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിലർ ജനാലയിൽ കൂടി വെളിയിലേക്ക് നോക്കുമ്പോൾ കണ്ട് നല്ല പരിചയമുള്ള ഒരു മനുഷ്യൻ വഴിയെ നടന്നു പോകുന്നു. പക്ഷേ അവൻ്റെ നടപ്പ് ഇങ്ങനെയല്ലായിരുന്നല്ലോ. അവൻ ആ കുരുടനായ മനുഷ്യനല്ലേ? ഭാര്യയാണ് ജനലിൽ കൂടി അവനെ കണ്ടതെങ്കിൽ ഭർത്താവിനെ വിളിച്ച്, പിന്നെ നമ്മുടെ ഈ വഴിയെ എന്നും പോകുന്ന ആ കുരുടനായ മനുഷ്യനല്ലേ അത് എന്ന് ചോദിച്ചിരിക്കാം. ഭർത്താവിന് അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അയാൾ വാതിൽക്കൽ ചെന്ന് നോക്കിയിട്ട്, ഓ, അത് ആ മനുഷ്യനല്ല, ഇത് അവനെപ്പോലെ ഇരിക്കുന്ന ആരോ ആകുന്നു. ഇവന് 2 കണ്ണും കാണാമല്ലോ എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ ഭാര്യ തർക്കം വിടില്ല. ഒടുവിൽ അവർ ആ മനുഷ്യനെ തന്നെ സമീപിച്ച് കാണും. അങ്ങനെ സ്വന്തം അയൽക്കാർക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സ്ഥിതിയിലായിരുന്നു യേശു കാഴ്ച നൽകിയ ആ മനുഷ്യൻ. വാസ്തവമല്ലേ, അവൻ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം അയൽക്കാർക്ക് മനസ്സിലായി. അത് സുഹൃത്തെ, യേശുവിനാൽ ഒരാളുടെ അന്ധത നീക്കപ്പെട്ടാൽ അത് അയൽക്കാർ അറിയും. താങ്കൾ വാസ്തവമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് താങ്കളിലെ മാറ്റം മനസ്സിലാക്കാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്നത്രേ അർത്ഥം. അതെ, കാര്യമായ കുഴപ്പം തന്നെയുണ്ട്. ഇവിടെ ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ദുഃഖസത്യം. പലരും മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടില്ല. അത് തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ പല സ്വഭാവങ്ങൾക്കും മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിലെത്തിയിട്ടില്ല. യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചിട്ടില്ല എന്ന് ചുരുക്കം. മദ്യപാനം നിർത്തി, എന്നാൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് നിർത്തിയില്ല. പുകവലി നിർത്തി, പൊടിവലി നിർത്തിയിട്ടില്ല. മോഷണം നിർത്തി, ഏഷണി നിർത്തിയിട്ടില്ല. അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോകും. അതെ, ജീവിതത്തിൽ മാറ്റം ഉണ്ടായതായി മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ ജീവിതത്തിലെ അന്ധത മാറി എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇന്നും സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ക്ഷമയില്ല, പരോപകാരം പറയുകയേ വേണ്ട, ദയൊട്ടുമില്ല. അതേ സുഹൃത്തെ, നമ്മുടെ അന്ധത മാറി എന്ന് നാം മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവർ കൂടി അറിയണം. അന്ധനായിരുന്നതിനാലാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചും ചൂഷണം ചെയ്തും ജീവിച്ചത്. എന്നാൽ കണ്ണു തുറക്കപ്പെട്ടെങ്കിൽ വാസ്തവം എന്താകുന്നു എന്ന് താങ്കൾ കാണണം. ഇതുവരെ മറ്റുള്ളവരെ വെറുത്തത്, മറ്റുള്ളവരോട് കയ്പ്, നീരസം, അസൂയൊക്കെ വച്ചുകൊണ്ടിരുന്നത് അന്ധത കൊണ്ടായിരുന്നു. ഇന്ന് അതിന് മാറ്റം സംഭവിക്കണം. കണ്ണ് കാണുവാൻ കഴിയാതിരുന്നപ്പോൾ എൻ്റെ വസ്ത്രം മുഷിഞ്ഞതാണോ, മുഖം വിരൂപമാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കെല്ലാം കാണുവാൻ കഴിയുന്നു. ഞാൻ അതെല്ലാം ശരിയാക്കുന്നില്ലെങ്കിൽ അയൽക്കാർക്ക് പഴയ താങ്കളെ തിരിച്ചറിയുവാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. താങ്കളിൽ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ പാടുപെടേണ്ടി വരും. ഇവിടെ ഇതാ നാട്ടുകാരുടെ പ്രതികരണം എത്ര മനോഹരമില്ലേ? 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നെന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. എത്ര മനോഹരമില്ലേ? വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ സാക്ഷ്യം എനിക്ക് വളരെ ഇഷ്ടമായി. അവൻ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ സാക്ഷിച്ചുള്ളൂ. അതൊരു നല്ല സത്യസന്ധമായ ആത്മാർത്ഥമായ സാക്ഷ്യമായിരുന്നു. അവൻ ഓരോ സാക്ഷ്യം നൽകിയപ്പോഴും അറിവിൽ വളർന്നു വരുന്നതായി കാണുന്നുണ്ട്. ദൈവവചനം എത്ര കൃത്യമാണ് എന്ന് ശ്രദ്ധിക്കുക. യേശു തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി എന്ന് അവൻ പറയുന്നില്ല. അവൻ്റെ അന്ധതയിൽ അവനത് അറിയുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ തൻ്റെ കണ്ണിന്മേൽ ചേറു പുരട്ടി എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. അവൻ്റെ സാക്ഷ്യത്തിൽ മുഖസ്തുതിയോ അതിശോക്തിയോ യാതൊന്നുമില്ലായിരുന്നു. അത് സത്യസന്ധമായ ഒരു സാക്ഷ്യവുമായിരുന്നു. രക്ഷ എന്നുള്ളത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്ന് ദൈവശക്തി അനുഭവമാക്കുന്നതാണ് രക്ഷ.
ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ കണ്ടിരുന്നില്ല. എന്നിട്ടും യേശു അവൻ്റെ കണ്ണ് തുറന്നു കൊടുത്തു. യേശുവിനെ കാണുക എന്നുള്ളതല്ല, നമുക്കവനെ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പരീശന്മാരുടെ പ്രതികരണം നോക്കിക്കേ, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെയും ഈ മനുഷ്യൻ്റെ സാക്ഷ്യം വളരെ ലളിതമായിട്ടുള്ളതാണ്. ഒരു കുരുടന് കാഴ്ച ലഭിച്ചതിൽ ഈ പരീശന്മാർ സന്തോഷിച്ചിരിക്കാം എന്നല്ലേ താങ്കൾ വിചാരിക്കുന്നത്? എന്നാൽ അവരുടെ പ്രതികരണം അപ്രകാരമല്ലായിരുന്നു. പരീശന്മാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കുക. പിറവിയിലെ കുരുടനായിരുന്നവനും ഇപ്പോൾ കാഴ്ച ലഭിച്ച് നടക്കുന്നവനുമായ ഒരു മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായ്ക കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ വളരെ ബുദ്ധിമാന്മാരായ ആളുകളായിരുന്നു എന്ന് ചിന്തിച്ചേക്കാം. വാദപ്രതിവാദം നടത്തുന്നതിൽ അവർ വളരെ നിപുണരായിരുന്നു. അവരുടെ വാദമുഖങ്ങൾ ഇവയായിരുന്നു: ദൈവത്തിൽ നിന്നുള്ള എല്ലാവരും ശബത്ത് പ്രമാണിക്കുന്നു, യേശു ശബത്ത് പ്രമാണിക്കുന്നില്ല, അതിനാൽ യേശു ദൈവത്തിൽ നിന്ന് വന്നവനല്ല. ഇതായിരുന്നു അവരുടെ ഉപസംഹാരം. എങ്ങനെയുണ്ട് അവരുടെ യുക്തി? അവരുടെ വാദഗതികൾ ഇപ്രകാരമായിരിക്കണമായിരുന്നു: ദൈവത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ കുരുടനായി പിറന്ന മനുഷ്യൻ്റെ കണ്ണ് തുറക്കുവാൻ കഴിയുകയുള്ളൂ. യേശു കുരുടൻ്റെ കണ്ണ് തുറന്നു കൊടുത്തു, അതിനാൽ യേശു ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ഇന്നും നിർഭാഗ്യവശാൽ ഇപ്രകാരമുള്ള തെറ്റായ വാദഗതികൾ നമ്മുടെ സഭകളിലും സമൂഹങ്ങളിലുമുണ്ട്. സുവിശേഷം അറിയാതെ അന്ധരായി ലോകജനത നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വാദഗതികളല്ലേ നടക്കുന്നത്? അവൻ ശബത്ത് പ്രമാണിക്കുന്നില്ല എന്ന പഴയ വാദം ഇന്നുമുണ്ട്. അതായത് അവൻ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. 17ഉം 18ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. അവരുടെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പാപിയായ ഒരു മനുഷ്യന് അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് ചോദിക്കുന്നു. കുരുടനായിരുന്ന മനുഷ്യൻ്റെ അറിവിനെ വളർത്തുവാനിടയാക്കിയ സംഗതിയും അതുതന്നെയായിരുന്നു. ഒരു പാപിയായ മനുഷ്യൻ ഇപ്രകാരമുള്ള അടയാളം ചെയ്യുവാൻ കഴിയുകയില്ലെങ്കിൽ അവൻ മുഖാന്തരം എനിക്ക് കാഴ്ച ലഭിച്ചതിനാൽ അവനൊരു പ്രവാചകനായിരിക്കണം, അവൻ ദൈവത്തിൽ നിന്ന് വന്നവനായിരിക്കണം. കുരുടനായിരുന്ന മനുഷ്യൻ ഒരു പടി കൂടി മുമ്പോട്ട് കയറുകയാണ് ചെയ്തത്. എന്നാൽ യഹൂദന്മാർ അവനെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശ്വസിച്ചില്ല എന്ന് നാം കാണുന്നു. മനുഷ്യരുടെ ഒരു പ്രത്യേകത ഇവിടെ കാണുവാൻ കഴിയുന്നു. ഒരു കാര്യം വിശ്വസിക്കുവാൻ മനസ്സില്ല എങ്കിൽ മനുഷ്യൻ യാഥാർത്ഥ്യത്തിൽ നിന്നും മറികടക്കുവാൻ എത്രമാത്രം ശ്രമിക്കുന്നു എന്നത് രസകരമായ കാര്യമത്രേ. ഒരു കാര്യം ചെയ്യുവാൻ താല്പര്യമില്ലെങ്കിലും അവൻ ലോകത്തിലില്ലാത്ത ഉപാധിയെല്ലാം കണ്ടുപിടിക്കും. കുഞ്ഞെ, നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ, അതെന്നാ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ശലോമോൻ അങ്ങനെ ചെയ്തല്ലോ. പിന്നെ വളരെ നീണ്ടൊരു പട്ടിക അവതരിപ്പിക്കും. കണ്ണുമടച്ച് വിശ്വസിക്കണമെന്നില്ല, എന്നാലും മനസ്സില്ല. ഇവിടെ ഈ പരീശന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും അതാണ്. അവർ തീരുമാനിച്ചുറച്ചതിൽ നിന്നും താഴേക്ക് കാര്യങ്ങൾ വിലയിരുത്തുന്നു. യേശു ദൈവപുത്രനല്ല എന്ന കാര്യം അവർ തീരുമാനിച്ചുറച്ചു. പിന്നെ അത്ഭുതമൊക്കെ ഭൂതമാണെന്നും ആര് പറഞ്ഞാലും സമ്മതിക്കില്ല എന്നുമൊക്കെയാണ് അവരുടെ വാദം. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം പഠിക്കുവാൻ കൂടുതൽ നിങ്ങൾ താല്പര്യം കാണിക്കുന്നതിന് നന്ദി. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതാണ്.